ഇസ്രയേലിന് കനത്ത പ്രഹരമേൽപ്പിക്കുകയാണ് ലെബനൻ സായുധ ഗ്രൂപ്പായ ഹിസ്ബുള്ള. മാസങ്ങൾക്ക് മുമ്പാണ് ഹിസ്ബുള്ളയുടെ തലവൻ ഹസൻ നസ്രല്ല ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. ഇപ്പോഴിതാ ഹിസ്ബുള്ളയ്ക്ക് മറ്റൊരു ഉന്നത നേതാവിനെ കൂടി നഷ്ടപ്പെട്ടിരിക്കുന്നു. ഹിസ്ബുള്ള വക്താവ് മുഹമ്മദ് അഫീഫാണ് കൊല്ലപ്പെട്ടത്. മധ്യ ബെയ്റൂട്ടിൽ നടന്ന ആക്രമണത്തിലാണ് അഫീഫ് കൊല്ലപ്പെട്ടത്. ഹിസ്ബുള്ളയുടെ മാധ്യമവിഭാഗം തലവനായിരുന്നു അഫീഫ്. സിറിയൻ ബാത്ത് പാർട്ടിയുടെ ലെബനനിലെ റാസ് അൽ നാബയിലുള്ള ഓഫീസ് ലക്ഷ്യമിട്ട് നടത്തിയ ആക്രമണത്തിലാണ് അഫീഫിന്റെ ജീവൻ നഷ്ടമായത്. ലെബനനിൽ ഇസ്രയേൽ വധിക്കുന്ന ഏറ്റവും ഒടുവിലത്തെ ഹിസ്ബുള്ള നേതാവാണ് മുഹമ്മദ് അഫീഫ്. ആക്രമണത്തിൽ 3 പേർക്ക് പരിക്കുണ്ട്. അഫീഫിന്റെ മരണത്തിൽ ഹിസ്ബുള്ള മാധ്യമവിഭാഗം അനുശോചനം രേഖപ്പെടുത്തിയിട്ടുമുണ്ട്. ഹിസ്ബുള്ളയുടെ വാർത്താസമ്മേളനങ്ങൾക്കും പ്രസംഗങ്ങൾക്കും ചുക്കാൻ പിടിച്ചിരുന്നത് അഫീഫായിരുന്നു. സെപ്റ്റംബർ അവസാനം ഹിസ്ബുള്ള തലവൻ ഹസൻ നസ്രല്ലയുടെ കൊലപാതകത്തിന് ശേഷം സായുധ സംഘടനയുടെ പ്രധാനിയായിരുന്നു അഫീഫ്. കുറച്ചുകാലം അൽ മനാൽ TV സ്റ്റേഷന്റെ പ്രവർത്തന ചുമതലയും ഉണ്ടായിരുന്നു. ലെബനന്റെ വടക്കൻ ഭാഗങ്ങളിൽ ഇസ്രയേൽ സൈന്യവും ഹിസ്ബുള്ളയും തമ്മിൽ ശക്തമായ ഏറ്റുമുട്ടൽ തുടരുകയാണ്. 1.5 മാസമായി ഹിസ്ബുള്ളയ്ക്കെതിരെ ലെബനന്റെ അതിർത്തി പ്രദേശങ്ങളിൽ കരയുദ്ധം നടത്തുന്ന ഇസ്രയേൽ സൈന്യം ഇത്ര കനത്ത നാശം വിതയ്ക്കുന്നത് ആദ്യമായാണെന്നും രാജ്യാന്തര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ബെയ്റൂട്ടിലെ റാസ് അൽ നബയിലെ ജനവാസ മേഖലയിലാണ് ആക്രമണമുണ്ടായത്. ആക്രമണത്തെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകിയിരുന്നില്ലെന്നാണ് വിവരം. ഇസ്രയേൽ തകർത്ത പ്രദേശങ്ങളിലെ കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ നിന്ന് അഫീഫ് നടത്തുന്ന പത്രസമ്മേളനങ്ങൾ വ്യാപകമായി പ്രചരിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ഇസ്രയേലിൽ കനത്ത ആക്രമണമാണ് ഹിസ്ബുള്ള നടത്തുന്നതും. അഫീഫിന്റെ കൊലപാതകത്തോടെ ഇസ്രയേലി ഹിസ്ബുള്ള ആക്രമണം കൂടുതൽ ശക്തമാക്കുമെന്നാണ് വിലയിരുത്തൽ. അടുത്തിടെ ഹസൻ നസ്രല്ലയുടെ പിൻഗാമിയായ നയീം ഖാസിം ചുമതലയേറ്റിരുന്നു. 1991 മുതൽ 33 വർഷമായി ഹിസ്ബുള്ളയുടെ ഡെപ്യൂട്ടി സെക്രട്ടറി ജനറലാണ് നയീം ഖാസിം. ഹിസ്ബുള്ളയുടെ വക്താവ് കൂടിയാണ് നയീം ഖാസിം. ഇസ്രയേലുമായുള്ള സംഘർഷങ്ങൾക്കിടെ അദ്ദേഹം പലപ്പോഴും വിദേശ മാധ്യമങ്ങളുടെ അഭിമുഖങ്ങളിൽ പ്രത്യക്ഷപ്പെടുമായിരുന്നു. ഹസൻ നസ്രല്ലയുടെ കൊലപാതകത്തിന് ശേഷം ടെലിവിഷൻ പരാമർശങ്ങൾ നടത്തിയ ഹിസ്ബുള്ളയുടെ ഉന്നത നേതൃത്വത്തിലെ ആദ്യത്തെ അംഗമായിരുന്നു അദ്ദേഹം. ഹിസ്ബുള്ളയുടെ സ്ഥാപക അംഗങ്ങളിൽ ഒരാളാണ് ഖാസിം. 1992 മുതൽ ഹിസ്ബുള്ളയുടെ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളുടെ ജനറൽ കോർഡിനേറ്ററും നയീം ഖാസിമായിരുന്നു. നയീം ഖാസിം അധികാരമേറ്റതിനു പിന്നാലെ ഭീഷണിയുമായി ഇസ്രയേൽ രംഗത്തു വന്നിരുന്നു. പുതിയ തലവന്റെ നിയമനം താൽക്കാലികമാണെന്നായിരുന്നു സ്ഥാനമൊഴിഞ്ഞ ഇസ്രയേൽ പ്രതിരോധ മന്ത്രി യോവ് ഗാലന്റിന്റെ ഭീഷണി. നയീം ഖാസിമിന്റെ ചിത്രത്തോടൊപ്പം താൽക്കാലിക നിയമനം, കൗണ്ട് ഡൗൺ തുടങ്ങി അധികകാലം വാഴില്ല എന്നിങ്ങനെയാണ് ഹിബ്രു ഭാഷയിൽ ഗാലന്റ് എക്സിൽ കുറിച്ചത്. ലബനാനിലെ ഷിയ പ്രസ്ഥാനത്തിന്റെ നേതാവായ നസ്രുള്ള കൊല്ലപ്പെട്ട് 1 മാസത്തിനു ശേഷമാണ് 5-അംഗ ഷൂറ കൗൺസിൽ നയീം ഖാസിമിനെ തെരഞ്ഞെടുത്തത്. തൊട്ടു പിന്നാലെയാണ് ഇസ്രയേൽ ഭീഷണിയുമായി എത്തിയത്.